മാംഗ്ലൂരിൽ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം സംഘപരിവാർ പ്രവർത്തകർ മലപ്പുറം പറപ്പൂർ സ്വദേശിയെ അവിടെ കൂട്ടമായി നിന്ന് തല്ലിക്കൊന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ബജ്രംഗ് ദൾ പ്രവർത്തകൻ, സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകൻ, അദ്ദേഹം നേരത്തെ ചില കേസുകളിലൊക്കെ പ്രതിയാണ്, കൊലപാതക കേസുകളിലൊക്കെ പ്രതിയാണ്. അദ്ദേഹവും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. അതിനുശേഷം അവിടെ ഹിന്ദുത്വ സംഘടനകൾ ബന്ദ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതായത് ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക്, കലാപത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ള വലിയ ആശങ്ക ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് സത്യം. സർക്കാരും പോലീസുമൊക്കെ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് സർക്കാരും എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദാവൂദ് സാഹിബ്, അവിടെ ഇനിയൊരു പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ എന്താണ് ശരിക്കും അവിടെ, എന്ത് അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാക്കേണ്ടത്? മംഗലാപുരത്ത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യമല്ല. ശരിക്കും കർണാടകയെക്കുറിച്ച് തന്നെ പൊതുവായി പറയുന്നൊരു കാര്യമുണ്ട്, സൗത്ത് ഇന്ത്യയിലെ ഹിന്ദുത്വ ലബോറട്ടറി ആണെന്നുള്ളത്. അപ്പോൾ കർണാടകയെക്കുറിച്ച് പൊതുവേ അത് പറയുമ്പോഴും ആ ഹിന്ദുത്വ ലബോറട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പി സെൻ്ററായി നിൽക്കുന്നത് മംഗലാപുരം ഉൾപ്പെടുന്ന കോസ്റ്റൽ കർണാടക റീജിയനാണ്. കോസ്റ്റൽ കർണാടക എന്ന് പറയുമ്പോൾ DK, ദക്ഷിൺ കന്നഡ, ഉത്തർ കന്നഡ, ഉടുപ്പി, ഈ 3 ജില്ലകളാണ്. ഒരു 1980കളുടെ 90കൾ മുതൽ ഈ ഒരു പ്രവണത അവിടെ ഉണ്ട്. അന്ന് നമ്മൾ കണ്ടത് ഇദ്ദേഹത്തിൻ്റെ LK അഡ്വാനിയുടെ രഥയാത്ര, അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിഗറായിട്ട് വരുന്നത്. അന്ന് മുതൽ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയതയെ തുടർന്നുള്ള കാലുഷ്യങ്ങൾ അതിങ്ങനെ ക്രമപ്രവൃദ്ധമായിട്ട് വർദ്ധിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ മംഗലാപുരം എന്ന് പറയുന്ന ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. കർണാടകത്തിലെ പോർട്ട് സിറ്റിയാണ്, വലിയ ബിസിനസ് നടക്കുന്നൊരു സ്ഥലമാണ്, ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. എന്ന് മാത്രമല്ല അവിടുത്തെ ഒരു റിലീജിയസ് ഡെമോഗ്രഫിയും, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ ഇവർ ഒത്തുചേർന്ന് വസിക്കുന്ന ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി ആയിരുന്നു അത്. പല ഭാഷകൾ, പല ഭാഗത്തു നിന്നുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ വന്ന് ചേരുന്നൊരു സ്ഥലം. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള വളരെ പ്രസിദ്ധമായ സ്ഥാനം, ആ വിദേശ വിദ്യാർത്ഥികളടക്കം വന്ന് പഠിക്കുന്ന സ്ഥലം. അങ്ങനെയൊക്കെ മൊത്തം ഒരു കോസ്മോപൊളിറ്റൻ കോമ്പോസിഷൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ 90കൾക്ക് ശേഷം അവിടെ നേരെ തിരിച്ചാണത് കാണുന്നത്. 90ൽ രഥയാത്ര, പിന്നീട് 92ൽ ബാബരി മസ്ജിദ് ഡെമോളിഷൻ വരുന്നു. പല പേരിലുള്ള ഹിന്ദുത്വ സംഘടനകൾ, RSSനേക്കാൾ കൂടുതൽ ബജ്രംഗ് ദൾ, RSSൽ എന്താണ് വിഷം കൂടിയ ഐറ്റമാണ് ബജ്രംഗ് ദൾ ഉണ്ടാകുക എന്നാണ് പൊതുവെ പറയപ്പെടുക. ബജ്രംഗ് ദൾ വളരെ ആക്റ്റീവാണ് അവിടെ. അത് കൂടാഞ്ഞിട്ട് എന്താണ് ശ്രീറാം സേന എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും നമ്മൾ വേറെ കേട്ടിട്ടില്ലാത്ത സംഘടന, ഫ്രഞ്ച് ഗ്രൂപ്പുകൾ എന്ന് പറയപ്പെടുന്ന ഹനുമാൻ സേന, ശ്രീറാം സേന എന്നൊക്കെ പറഞ്ഞുള്ള ടൈപ്പ് സാധനങ്ങൾ. അവർ ആദ്യം വരുന്ന ഓർമ്മയുണ്ട്, ഒരു 90കളുടെ അവസാനത്തിലാണ് ഈ ആദ്യം വരുന്ന സംഗതി മോറൽ പോലീസിങ്ങാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പല ഭാഗത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന സ്ഥലമാണ്. അവരുടെ കഫേകളിൽ, പബ്ബുകളിലൊക്കെ കയറി ആക്രമിക്കുക. ഇത് നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള, ഭാരതീയ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞിട്ട് ഈ മോറൽ പോലീസിങ് സ്വഭാവത്തിൽ അതിക്രമങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. പിന്നെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ, ഒരു ഹിന്ദു പെൺകുട്ടിയോടൊപ്പം പോകുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ആക്രമിച്ച് മൃതപ്രായനാക്കിയ സംഭവം ഉണ്ടായിരുന്നു. ആ നിലക്കുള്ള നിരവധി തവണ ആ നിലക്കുള്ള സംഗതികൾ വന്നു. പിന്നെ ഈ ലവ് ജിഹാദിൽ നിന്ന് നമ്മൾ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് ശരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്ന ഇവിടുന്നാണ്, ഈ മംഗലാപുരം കോസ്റ്റൽ കർണാടക ബെൽറ്റിൽ നിന്നാണ്. ലവ് ജിഹാദ് അവിടെ ഒരു കുറേ അധികം സ്ത്രീകളെ കാണാതായ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് ലവ് ജിഹാദിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയതാണ്. അവസാനം ഒരു മോഹനൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതി അതിൽ പിടിക്കുകയും ഈ മനുഷ്യൻ സയനൈഡ് കൊടുത്ത് കൊന്നതെന്നുള്ള വാർത്തകളൊക്കെ പിന്നീട് വന്നു. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കോയിൻ ചെയ്യപ്പെടുന്ന സ്ഥലമാണ് മംഗലാപുരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 90 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഡിസൈൻ, ഒരു കമ്മ്യൂണൽ ഡിസൈൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളുടെ തുടർച്ചയിലാണ് പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. അതിൽ ഈ പറഞ്ഞ മാതിരി സാമ്പത്തിക വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. വെച്ചാൽ അവിടെ മുസ്ലിങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ഒരു പ്രദേശമാണ്. വ്യാപാരത്തിൽ അവരുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഈ ഫോറിൻ റെമിറ്റൻസ് ഉണ്ട്. ഹിന്ദു വിഭാഗത്തിൽ ഇപ്പം ഗൗഡ സാരസ്വത, അതുപോലെ ബ്രാഹ്മിൻസ്, കൊങ്കണീസ്, ഇവർ ബിസിനസ്സിൽ വളരെ ശക്തരാണ്. പക്ഷേ അവർ ന്യൂനപക്ഷമാണ്.
ഈ ഹിന്ദുക്കളിലെ മഹാഭൂരിപക്ഷം വരുന്നത് ഒന്ന് മൊഗവീർ കമ്മ്യൂണിറ്റി, ബില്ലവ കമ്മ്യൂണിറ്റി ഇവരൊക്കെയാണ്. അവർ സാമ്പത്തികമായി പെരിഫറിയിൽ നിൽക്കുന്ന, വളരെ പിറകിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന വലിയ തോതിലുള്ള ബിസിനസ് വളരുന്നു, വലിയ കാര്യങ്ങളൊക്കെ വരുന്നു. അതിൽ നിന്ന് മാറ്റി നിർത്തവില്ല, അതിനോട് ഓടിയെത്താൻ പറ്റാത്ത സമൂഹങ്ങൾ, അവരെയാണ് സംഘ് പരിവാർ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ സംഘ് പരിവാർ അഡ്രസ്സ് ചെയ്യുമ്പോഴും മനസ്സിലാക്കണം, സംഘ് പരിവാറിൻ്റെ നേതാക്കന്മാരൊക്കെ ഈ ഉന്നത ഈ എന്താണ് ഗൗഡ സാരസ്വത ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റികളിൽ വരുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ബിസിനസ് റൈവൽറിയുടെ ഭാഗമായിട്ട് ഈ പിന്നോക്ക സമൂഹങ്ങളെ വർഗീയമായി സംഘടിപ്പിച്ചതാണെന്നാണ് അവിടെ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ വിലയിരുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അപ്പർ കാസ്റ്റ് ബിസിനസ് കമ്മ്യൂണിറ്റി അവർക്ക് അവരുടെ ഒരു ബിസിനസ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് മറുവിഭാഗത്തെ തളർത്താൻ ഈ പിന്നോക്ക വിഭാഗങ്ങളെ ആയുധമാക്കി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് അവർക്കിടയിൽ ഹിന്ദുവൈസേഷൻ പ്രോജക്റ്റ് നടക്കുന്നു, വലിയ തോതിലുള്ള വർഗീയ പ്രചാരണം നടക്കുന്നു. നമുക്ക് കാണേണ്ട കാര്യം, ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ഹെയ്റ്റ് സ്പീച്ചുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മംഗലാപുരം. കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഒരു RSSൻ്റെ നേതാവ് നമ്മൾ കത്തി സൂക്ഷിച്ച് വെക്കണം എന്ന് പ്രസംഗിച്ചു. പരസ്യം വളരെ പ്രസിദ്ധനായിട്ടുള്ള എന്താണ് പ്രഭാകർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രസിദ്ധനായിട്ടുള്ള RSS നേതാവാണ്. നമ്മൾ കത്തി കരുതി വെക്കണം എന്ന് പറയും. ഈ നിലക്കുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഒരു പ്രദേശം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പ്രദേശം. പിന്നെ അവിടുത്തെ മാധ്യമങ്ങളും ഈ ലോക്കൽ കന്നഡ മാധ്യമങ്ങളും ആ നിലയിൽ മാറി. ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിന് മുന്നോടിയായിട്ട് ഗുജറാത്തി മാധ്യമങ്ങൾ എങ്ങനെയാണോ പെരുമാറിയത് അതിന് സമാനമായിട്ടാണ് കന്നഡ മാധ്യമങ്ങൾ അവിടെ പെരുമാറുന്നത്. അന്യകോമു എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ നിരന്തരം അവർ അവരുടെ റിപ്പോർട്ടിങ്ങിൽ പോലും ഉപയോഗിക്കുന്നതാണ്. അവർ അന്യകോമു വെച്ചാൽ ഇതര മതസ്ഥൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ അത് അങ്ങനെ ആയിക്കഴിഞ്ഞു മംഗലാപുരം. അതിൻ്റെ ഡിവിഡൻറ്റ് സംഘ് പരിവാറിന് കിട്ടിയിട്ടുണ്ട്. 2018 ഏറ്റവും ഒടുവിൽ നടന്ന ഇലക്ഷനും കഴിഞ്ഞ വർഷം നടന്ന ഇലക്ഷനിലും 19 സീറ്റ് അസംബ്ലി സീറ്റാണ് മൊത്തം ഈ റീജിയനിലുള്ളത്, കോസ്റ്റൽ കർണാടകയിൽ. 19ൽ 16 സീറ്റും BJP ആണ് നേടുന്നത്. ഒരു തവണ 16 സീറ്റ്, അടുത്ത തവണ 17 സീറ്റ് അവർ നേടുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണൽ ഡിവിഷനിലൂടെ പൊളിറ്റിക്കൽ ഡിവിഡൻഡ് ഉണ്ടാക്കാൻ സാധിക്കും എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമുള്ള കൊലപാതകം നടക്കുന്നു. ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഈ അഷ്റഫിൻ്റെ കൊലപാതകം, എനിക്ക് തോന്നുന്നു പെഹൽഗാം, ഇതിന് തുടർന്ന് അതിഭയങ്കരമായിട്ടുള്ള വിദ്വേഷ പ്രചാരണം സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അഷ്റഫ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ മലയാളിയായിട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ കൊല്ലപ്പെട്ടു. പക്ഷെ അങ്ങനെ കൊല്ലപ്പെട്ട് അതൊരു ഹേറ്റ് ക്രൈമായിരുന്നു, ഒരു വിദ്വേഷ കൊലയായിരുന്നു എന്ന് അംഗീകരിക്കാൻ തന്നെ ഒരു ദിവസം എടുത്തു പോലീസിന് അതെന്താണ് സംഭവിച്ചതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ. പക്ഷെ അതിനോടുള്ള പ്രതികരണം നോക്കുക, എത്ര അലസമായിട്ടാണ് പ്രതികരിച്ചത്. ഇപ്പോൾ മലയാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് തല്ലിക്കൊന്നിരിക്കുന്നത്. നഫിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അതിനോട് ഏതെങ്കിലും ഗൗരവത്തിൽ പ്രതികരിച്ചോ? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് പോവുക, രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിക്കോ, VK സനോജിൻ്റെ, PK ഫിറോസിൻ്റെ, VD സതീഷിൻ്റെ, ഗോവിന്ദൻ മാഷിൻ്റെ, ഇവരുടെയൊന്നും ഫേസ്ബുക്ക് IDയിൽ പോലും അതേക്കുറിച്ചൊരു വാക്കില്ല. ഒരു മലയാളി ചെറുപ്പക്കാരൻ, മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ചെറുപ്പക്കാരനെ അവിടെ തല്ലിക്കൊന്നു, വിദ്വേഷക്കൊലയുടെ ഭാഗമായിട്ട് തല്ലിക്കൊന്നു. എന്നിട്ട് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു വന്നിട്ട് കള്ളം പ്രചരിപ്പിച്ചു. പക്ഷെ അത്രയും ഗുരുതരമായൊരു സംഭവത്തോട് അതിന് ഒരു മിനിമം പ്രതികരണമാണല്ലോ ഫേസ്ബുക്കിലൊരു കുറിപ്പിടുക എന്ന് പറയുന്നത്. അതിന് പോലും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളോ യുവജന നേതാക്കളോ സന്നദ്ധമായിട്ടില്ല ഈ ദിവസം വരെയും. ഈ അലസ സമീപനം സംഘപരിവാറിനോട് സ്വീകരിക്കുന്നു. ഇതാണ് മംഗലാപുരത്ത്. അപ്പോൾ അവിടെ ഞാനിന്ന് മംഗലാപുരത്ത് ഒരു പത്രപ്രവർത്തനമായിട്ട് ഇത് കുറേയധികം സംസാരിച്ചു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളെയൊക്കെ സംഭാവന ചെയ്തൊരു സ്ഥലമാണത്. ഓസ്കർ ഫെർണാണ്ടസിനെ പോലെയുള്ള വലിയ നേതാക്കന്മാരുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ കോൺഗ്രസ്സിന് എന്താ സംഭവിച്ചത്? അപ്പോൾ കോൺഗ്രസ് ഇതിനൊക്കെ മൂകസാക്ഷികളായി നിന്നു. ഈ കഴിഞ്ഞ ആഴ്ച കത്തി മേടിച്ച് വെക്കണമെന്ന് പ്രസംഗിച്ച അയാൾ ഇപ്പോഴും സുഖമായിട്ട് വിലസുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകൻ്റെ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം, പക്ഷേ ഈ അഷ്റഫ് കൊലപാതകമായി ബന്ധമുള്ളതല്ല. ഈ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ 16 ആളുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും പോലീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ നേരത്തെ ഈ സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന 5 ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. 2 കൊലപാതക കേസാണ്, ബാക്കി കൊലപാതക ശ്രമമാണ് കേസ്.
അപ്പോൾ അതിൽ ഇതിലെ ഒരു പ്രതി നേരത്തെ സുഹാസ് ഷെട്ടിയുടെ ഗ്യാങ്ങിനാൽ ആക്രമിക്കപ്പെട്ട ആളാണ്. മറ്റൊരു പ്രതി 2022 കൊല്ലപ്പെട്ട ഫാസിലുണ്ട്. ഈ ഫാസിലിൻ്റെ സഹോദരനാണ്. ഇവനാണിത് ഫിനാൻസ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഫാസിലിനെ കൊല്ലുന്നത് 2022. അപ്പോൾ ഫാസിൽ കൊലപാതകത്തിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ഫാസിലിൻ്റെ ആദിൽ മെഹ്റൂഫ് എന്ന് പറയുന്ന ഫാസിലിൻ്റെ സഹോദരൻ, അവൻ ചട്ടം കെട്ടിയ സംഘമാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ളതാണ്. അവൻ തന്നെയാണ് അത് ഫിനാൻസ് ചെയ്തിട്ടുള്ളത്. ഇവർ പലതവണ ഇവൻ ഫാസിൽ കൊലപാതക കേസിൽ ജയിലിലായിരുന്നു. ജാമ്യം കിട്ടി ഇറങ്ങിയതിന് ശേഷം പലതവണ ഇവനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതും ഈ അഷ്റഫ് കൊലപാതകവും തമ്മിൽ ബന്ധമില്ല, അത് വേറെ ഒരു കാര്യമാണ്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കണം. അപ്പോൾ ഫാസിലിൻ്റെ കൊലപാതകം തന്നെ എടുക്കുക. ഫാസിൽ കൊലപാതകം സംഭവിക്കുന്നതിന് കുറച്ച് മുമ്പാണ് അവിടെ ഒരു BJPയുടെ യുവ നേതാവ് നെട്ടാരു, പ്രദീപ് നെട്ടാരു എന്ന് പറയുന്ന ആൾ PFIക്കാർ കൊലപ്പെടുത്തുന്നത്. അതിനെ തുടർന്നാണ് ഫാസിൽ കൊല്ലപ്പെടുന്നത്. പക്ഷേ ഫാസിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ PFIയിൽ ഒരു സംഘടന ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ നെട്ടാരു കൊല്ലപ്പെട്ടപ്പം പകരം മറ്റെടുത്തപ്പെട്ട ഒരുത്തനെ തട്ടണം എന്ന നിശ്ചയത്തിൽ സുഹാസും സംഘവും നീങ്ങുന്നു. ഫാസിലിനെയാണ് കാണുന്നത്, ഫാസിലിനെ തട്ടി. ഈ നിലക്ക് ഉള്ള ഒരു റിവെഞ്ച് പൊളിറ്റിക്സ്, അതിങ്ങനെ നമ്മൾ പറയില്ലേ, വിഷ്യസ് സൈക്കിൾ ഓഫ് വയലൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല പോലീസും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുക, അക്രമികളായി കണ്ട് ലൊക്കേറ്റ് ചെയ്ത് അതിശക്തമായ നടപടികൾ സ്വീകരിച്ചാലല്ലാതെ അവസാനിക്കുകയില്ല. അങ്ങനെ സ്റ്റേറ്റ് മെഷീനറി സ്ട്രോങ് ആണ്, അക്രമികളെ വെറുതെ വിടുകയില്ല എന്നൊരു മെസ്സേജ് ഈ പറയുന്ന ക്രിമിനലുകൾക്കും ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോകാത്ത കാലത്തോളം ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നിലവിലുള്ള മംഗലാപുരത്തിനൊരവസ്ഥയിൽ അതിനുള്ളൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി അവിടുത്തെ ഭരണകൂടം കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ കർണാടക BJPയുടെ കൈവശമായിരുന്നു, ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. എന്നിട്ടും അതിൻ്റെ എന്തെങ്കിലും പ്രതിഫലനം അവിടെ ഉണ്ടോ? ഇപ്പോൾ പ്രത്യേകിച്ചും ദൗസഭയ്ക്ക് സൂചിപ്പിച്ച പോലെ ഈ മംഗലാപുരം ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായി ഇങ്ങനെയുള്ളൊരു ഏരിയ ആണെങ്കിൽ തന്നെയും അവിടെ ശക്തമായി ഇടപെടാൻ പോലീസിനെ കൊണ്ട് ഇടപെടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കാരണം ഈ നേരത്തെ അഷ്റഫിൻ്റെ കൊലപാതകത്തെ തുടർന്ന് ആദ്യം തന്നെ കർണാടക മന്ത്രി പറഞ്ഞത് അവർ ആൾക്കൂട്ടം പറഞ്ഞ അതേ കാരണമായിരുന്നു. പിന്നീട് അവർക്ക് തിരുത്തി പറയേണ്ടി വന്നു. ആ നിലയിലാണോ ഇപ്പോഴും ആ BJP ഭരിച്ച ആ കാലത്തെ ആ ഹാങ് ഓവറിൽ തന്നെയാണോ കോൺഗ്രസിനോട് ഭരിക്കുന്നത്? ഈ മംഗലാപുരം ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി എന്നതുപോലെ തന്നെ അണ്ടർവേൾഡിന്, അധോലോകത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ്. മുമ്പ് ഈ 90-കൾക്ക് മുമ്പ് 80-കളിലൊക്കെ വലിയ തോതിൽ സ്മഗ്ലിംഗ് നടന്നുള്ള സ്ഥലമായിരുന്നു. മംഗലാപുരം ഒരു സ്മഗ്ലിംഗ് ഹബ്ബാണ്. പലതരത്തിലുള്ള അണ്ടർവേൾഡ് പരിപാടി നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. RSSന് മുമ്പേ നോട്ടമുള്ള, RSS ചില പിൻ പോയിൻ്റ് ചെയ്ത ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്നതുപോലെ ഈ കോസ്റ്റൽ കർണാടക അതിനു മുമ്പേ RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതിൻ്റെ കാരണം ടിപ്പു അവിടെ ഭരിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ഇതുണ്ട്, ടിപ്പുവിൻ്റെ സ്ഥലമാണല്ലോ. അപ്പോൾ RSSന് അവിടെ നോട്ടമുണ്ട്. അപ്പോൾ RSS വലിയ തോതിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന മംഗലാപുരം ഉണ്ടാക്കിയെടുത്തത്. RSS ഈ കമ്മ്യൂണലി ഡിവൈഡഡ് ആയിട്ടുള്ള മംഗലാപുരം കോസ്റ്റൽ കർണാടക ഉണ്ടാക്കിയെടുത്ത് RSS വർഷങ്ങളായിട്ട് പണിയെടുത്തിട്ടാണ്. അതിനിടയിലാണ് ഈ ബാംഗ്ലൂർ ഒരു വലിയ തോതിലുള്ളൊരു മറ്റൊരു കോസ്മോപൊളിറ്റൻ സിറ്റിയായിട്ട് വളർന്നു വരുമ്പോൾ മംഗലാപുരത്തിൻ്റെ പ്രോമിനൻസ് കുറയാണ് ചെയ്തത്. ബാംഗ്ലൂർ വളർന്നതോടുകൂടി മംഗലാപുരത്തിൻ്റെ പ്രോമിനൻസ് കുറഞ്ഞു. പക്ഷേ ഈ കോസ്റ്റൽ റീജിയൻ, അതുപോലെ ഗോവ, ബാംഗ്ലൂർ, ഈ ഏരിയ കേന്ദ്രീകരിച്ച് നടക്കുന്ന ബിസിനസ്, അധോലോകം, കമ്മ്യൂണൽ ഫോഴ്സ്, ഇത് സാധാരണ ഇപ്പോൾ ബോംബെയിൽ എടുത്തു കഴിഞ്ഞാൽ ബോംബെയിൽ അധോലോകം വേറെയാണ്, ശിവസേന വേറെയാണ്. അധോലോകം വേറെയാണ്, അവിടെ മറ്റൊരർത്ഥത്തിൽ അവിടെ വയലൻസ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ശിവസേന, ബാൽ ഠാക്കറെ, അത് വേറെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മളിപ്പോൾ കാണുന്നത്. ഈ ബിസിനസ്സും ഈ പറയുന്ന അണ്ടർവേൾഡും ഗൂൺസും ഈ ബജ്രംഗ് ദൾ, ഗോരക്ഷാദൾ പോലുള്ള ഗ്രൂപ്പുകളും എല്ലാം കൈയോട് കൈ പിടിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതവിടെ ഒരു ഒരു സമാന്തര ആഭ്യന്തര സംവിധാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും അങ്ങനെയാണ്, BJP ഭരിക്കുമ്പോഴും അങ്ങനെയാണ്. ഇനി കോൺഗ്രസ്സിന് അത് എത്രമാത്രം ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒട്ടും ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ല. BJP ഭരിക്കുമ്പോൾ കേസുകളുടെ എണ്ണം കൂടുന്നു. ഇപ്പോൾ കോൺഗ്രസ് വരുമ്പോൾ കേസുകളുടെ എണ്ണം കുറവാണ്. പൊതുവെ അവർ നടപടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സിന് അത് കഴിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ 2005 UPA ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റി കമ്മ്യൂണൽ വയലൻസ് ബിൽ എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവന്നിരുന്നു. 2005 മറ്റാണത് തയ്യാറാക്കിയത്. അത് അന്നത്തെ ദേശീയ ഉപദേശക സമിതിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയൊന്നാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വലിയ തോതിൽ വർഗീയ കലാപങ്ങൾ നടന്ന സ്ഥലമാണ്. അത് തടയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം.
അപ്പോൾ ആ ബില്ല് കൊണ്ടുവന്നപ്പോൾ അന്ന് ശിവരാജ് സിംഗ് ചൗഹാനാണ് ആഭ്യന്തരമന്ത്രി. ബില്ല് കൊണ്ടുവരുമ്പോൾ അതിശക്തമായ എതിർപ്പ് അതിനെതിരെ ഉയർന്നു. ഒന്നാമത്തെ എതിർപ്പ് ഉയർത്തി BJP ആണ്. BJP പറയുന്നത് ഈ വർഗീയ കലാപം എന്നുള്ള ഡെഫിനിഷനിൽ തന്നെ പ്രശ്നമുണ്ട്, അതൊരു ആൻറ്റി ഹിന്ദു ടേമാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ആൻറ്റി ഹിന്ദു ടേമാവെന്ന് അറിയില്ല. പിന്നെ ഇത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ കടന്നു കയറുന്ന ഒന്നാണ്, ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്ററും അന്ന് മമതാ ബാനർജി ആണെന്ന് തോന്നുന്നു, അല്ല മമതാ ബാനർജി അല്ല, വെസ്റ്റ് ബംഗാൾ അന്ന് CPM ആണ് ഭരിക്കുന്നത്. CPM എതിർപ്പ് ഉയർത്തി. തമിഴ്നാട്ടിൽ നിന്ന് ജയലളിതയും എതിർപ്പ് ഉയർത്തി. 2014 വീണ്ടും ഇത് ആ ജനറൽ ഇലക്ഷന് തൊട്ട് മുമ്പ് അത് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അന്ന് മമതാ ബാനർജി ഉൾപ്പെടെ എതിർത്തു, ജയലളിത എതിർത്തു, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി എതിർത്തു. ഇത് നടപ്പാക്കാൻ പറ്റില്ല, അങ്ങനെ അത് ഉപേക്ഷിക്കപ്പെടുകയാണ്. അത് ലാപ്സായി പോയ ബില്ല്. ഈ സമാനമായ ശ്രമങ്ങളാണ് ഇപ്പോൾ കർണാടകയിൽ. ഇപ്പോൾ BJPക്ക് ശേഷം അധികാരത്തിലേറി ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിജയത്തിന് കാരണമായതെന്ന് പറഞ്ഞാൽ BJP അതിന് തൊട്ട് മുമ്പ് ഭരിച്ചപ്പോൾ കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങളാണ്. ഈ ഇത്തരത്തിലുള്ള ഹെയ്റ്റ് റിലേറ്റഡ് ക്രൈംസ്, കമ്മ്യൂണൽ ഡിവിഷൻ, ഇതിൻ്റെയൊക്കെ ഒരു ഡിവിഡൻഡ് കൊണ്ടാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ അധികാരത്തിലെത്തിയത്. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ ഇപ്പോൾ പരമേശ്വര, ഇപ്പോഴത്തെ പരമേശ്വര ആവട്ടെ, സിദ്ധാരാമയ്യ ആവട്ടെ, DK ശിവകുമാർ ആവട്ടെ, പ്രിയങ്ക് ഖാർഗെ ആവട്ടെ, അവർ അധികാരമേറ്റ ഉടൻ പ്രഖ്യാപിച്ചത് അതിന് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബജ്രംഗ് എന്നുള്ള ഞങ്ങൾ നിരോധിക്കുമെന്ന്. അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഹേറ്റ് റിലേറ്റഡ് ക്രൈംസിനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുന്ന അവർ പ്രഖ്യാപിച്ചതാണ്. അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവരൊരു ഹേറ്റ് റിലേറ്റഡ് ക്രൈംസിനെതിരെ ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവരുന്ന ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. അത് ഇനിയും നിയമമായിട്ടില്ല. ഇന്ന് പരമേശ്വര പ്രഖ്യാപിച്ചു ഈ കോസ്റ്റൽ റീജിയൻ കേന്ദ്രീകരിച്ച് ഒരു ആൻറ്റി കമ്മ്യൂണൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും, ACTF രൂപീകരിക്കാൻ പോകുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെയും വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അവരെന്താണ്, ഒരു പ്രത്യേക സേനയാണോ, അതിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഡാൻസ് ആഫ് പോലത്തെ പുതിയ ഫോഴ്സാണോ എന്നൊക്കെ ചോദിച്ചുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പരമേശ്വര പറയുന്നത് പോലീസ് സംവിധാനത്തിനകത്ത്, ആഭ്യന്തര വകുപ്പിനകത്ത് തന്നെ ഇത്തരം ക്രൈംസിനോട്, ഹേറ്റ് ക്രൈംസിനോടും അതുപോലെ കമ്മ്യൂണലി റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസിനോടും ഒരു തരത്തിലുള്ള ഉദാസീന മനോഭാവമുണ്ട് എന്നാണ്. അപ്പോൾ ആ ഉദാസീന മനോഭാവത്തിൻ്റെ ഉത്തരവാദികളാരായി മാറുന്നു? സർക്കാരായി മാറുന്നു. ഇപ്പോൾ ഈ ഉദാഹരണം എടുക്കുക. ഈ അഷ്റഫിനെ തല്ലിക്കൊന്ന കേസിൽ 3 ദിവസം എടുത്തു ഇതിൻ്റെ നെല്ലും പതിനും തിരിച്ചറിയാൻ. 2ാം ദിവസം മറ്റുമാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത് ഒരു വിശദീകരണം നടത്തിക്കൊണ്ട് ഒരു ബൈറ്റ് എടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സുഹാസ് ഷെട്ടിയുടെ ക്രൈം യഥാർത്ഥത്തിൽ അതൊരു റിവെഞ്ച് ക്രൈമാണ്, അതൊരു കമ്മ്യൂണൽ ക്രൈം അല്ല. ഇപ്പോൾ ഒരാളെ കൊന്നു, അയാളുടെ സഹോദരൻ കൊട്ടേഷൻ കൊടുത്ത് മറ്റൊരാളെ കൊല്ലുന്നു. പക്ഷേ അവിടുത്തെ പോലീസ് മേധാവി അത് ഒരു റിവെഞ്ച് ക്രൈമാണെന്ന് പറയാൻ മടിക്കുകയായിരുന്നു. ഇപ്പോഴും മടിക്കുകയാണ്. അവർ ഇപ്പോഴും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതിനെപ്പറ്റി അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. റിവെഞ്ച് ക്രൈം തന്നെയാണോ, അതായത് അതിന് വേറെ എന്തെങ്കിലും ആംഗിൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ അതൊരു തരം മുൻവിധിയുള്ളൊരു പോലീസ് സംവിധാനം അവിടെയുണ്ട്. നമുക്കറിയാം RSS ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസ് ഈ പഴി കേൾക്കുന്നുണ്ട്. അവർക്കൊരു മുൻവിധി ഉണ്ടാവും, അവർ ബയസ്ഡ് ആയിട്ടായിരിക്കും പെരുമാറുക. ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആൻറ്റി കമ്മ്യൂണൽ ടാസ്ക് ഫോഴ്സും ഇപ്പോൾ നിലവിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹേറ്റ് ക്രൈംസിനെതിരായിട്ടുള്ള ബില്ലും എത്രമാത്രം ഉപയോഗപ്രദമാകും ഇത്തരം ക്രൈമുകളെ തടയാനെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അതിന് അവർക്ക് എത്രമാത്രം കഴിയുന്നുള്ളതായിരുന്നു നമുക്ക് സംശയമുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആൻറ്റി കമ്മ്യൂണൽ ബില്ല് ലാപ്സായി പോയത്. 9 വർഷം കാത്തിരുന്നിട്ട് അത് ലാപ്സായി പോയത് അതുകൊണ്ടാണ്. ഈ നിലവിൽ ഈ വർഗീയ കലാപങ്ങൾ തടയാൻ ആൻറ്റി കമ്മ്യൂണൽ ടാസ്ക് ഫോഴ്സിൻ്റെ തന്നെ പ്രവർത്തനം എത്രമാത്രം പ്രശ്നമുള്ളതായിരിക്കും, അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഫോഴ്സ് രൂപീകരിച്ച് ഞങ്ങൾ ഈ നാളെ മുതൽ വർഗീയ കലാപം തടയാം എന്നിറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ മുൻ കേസുകൾ എളുപ്പത്തിൽ അന്വേഷണം പൂർത്തിയാക്കാമെന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വേറെ തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് പോകുന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഹേറ്റ് തടയാനുള്ള ഈ ഒരു നിയമനിർമ്മാണം അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു നിയമനിർമ്മാണമാണ്. കാരണം നമ്മുടെ ഒരു കേന്ദ്ര സർക്കാർ തന്നെ ഇത്തരം ഹെയ്റ്റിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ തടയാൻ ശ്രമിക്കുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആക്ഷേപം നൽകുമ്പോൾ സംസ്ഥാനം മുന്നിട്ടിറങ്ങുകയാണ് അതിനുവേണ്ടി. അത് അവർക്ക് എത്രമാത്രം പോകാൻ കഴിയും, ആ ബില്ലിലെ വ്യവസ്ഥകൾ എത്രമാത്രം ഈ ഓൺലൈൻ വഴിയുള്ള ഹേറ്റ് തടയാൻ കഴിയും, അവർക്കെതിരെയുള്ള നടപടികൾ ഊർജിതമാക്കാൻ കഴിയും, നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ബില്ല് നിയമമാവുമോ അതല്ല ഈ ആൻറ്റി കമ്മ്യൂണൽ ലെജിസ്ലേഷൻ്റെ ഗതി തന്നെയാണോ അതിനുണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കും.